കേരള രാഷ്ട്രീയത്തിൽ അപ്രതീക്ഷിതവും എന്നാൽ അനിവാര്യവുമായ ഒരു അധികാരമാറ്റത്തിനാണ് അടുത്തിടെ കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പ് സാക്ഷ്യം വഹിച്ചത്. ദീർഘകാലം ഭരണത്തിന്റെ അമരത്തിരുന്ന ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി വെറും 35ഓളം സീറ്റുകളിലേക്ക് ഒതുങ്ങി പ്രതിപക്ഷ നിരയിലേക്ക് തള്ളപ്പെട്ടപ്പോൾ അത് കേവലം ഒരു തെരഞ്ഞെടുപ്പ് പരാജയം മാത്രമായി കാണാൻ കഴിയില്ല. യഥാർത്ഥത്തിൽ പിണറായി വിജയൻ എന്ന അച്യുതണ്ടനെ കേന്ദ്രീകരിച്ച് കഴിഞ്ഞ ഒരു പതിറ്റാണ്ടുകാലം നീണ്ടുനിന്ന ഏകപക്ഷീയമായ ഭരണശൈലിക്കും അതിന്റെ പരാജയങ്ങൾക്കും ജനങ്ങൾ നൽകിയ ശക്തമായ തിരിച്ചടിയാണ്. ഭരണ തുടർച്ചയുടെ അമിത ആത്മവിശ്വാസത്തിൽ മുന്നണിയിലെ മറ്റു കക്ഷികളെ അവഗണിച്ചും പാർട്ടിക്ക് മുകളിൽ വ്യക്തിപ്രഭാവം പ്രതിഷ്ഠിച്ചും മുന്നോട്ടു പോയ രണ്ടാം പിണറായി സർക്കാരിന്റെ വീഴ്ചകളുടെ ആകെ തുകയായിരുന്നു ഈ ജനവിധി. തദ്ദേശ സ്ഥാപനങ്ങൾക്കുള്ള പദ്ധതി വിഹിതം വെട്ടിക്കുറച്ചതും ജനകീയ പ്രശ്നങ്ങളുടെ കടുത്ത അനാസ്ഥയും തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷത്തിന്റെ പരമ്പരാഗത കൊട്ടകളെ പോലും നിഷ്പ്രഭമാക്കി കളഞ്ഞു. ഈ കനത്ത തകർച്ചയ്ക്ക് പിന്നാലെ നിയമസഭയിലെ പ്രതിപക്ഷ ഉപനേതാവ് സ്ഥാനത്തിനായി കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ ശക്തമായ അവകാശവാദം ഉന്നയിച്ചപ്പോൾ അതിന് വലിയൊരു രാഷ്ട്രീയ അർത്ഥതലവും ഉണ്ടായി. പിണറായി വിജയൻ തന്നെ പ്രതിപക്ഷ നേതാവായി സഭയിലെത്തുമ്പോൾ അദ്ദേഹത്തിന്റെ മേധാവിത്വത്തിന് കടിഞ്ഞാണിടാനും നിയമസഭയ്ക്കുള്ളിൽ ഇടതുമുന്നണിയുടെ തിരുത്തൽ ശക്തിയായി മാറാനുമാണ് CPI ഇപ്പോൾ ലക്ഷ്യമിടുന്നത്. PM ശ്രീ പദ്ധതി അടക്കമുള്ളതിൽ ഇടതുപക്ഷത്തിന്റെ തിരുത്തൽ മുന്നണിയായിട്ട് CPIയെ നമ്മൾ കണ്ടതുമാണ്. മുഖ്യമന്ത്രിയായിരുന്ന സമയത്ത് എല്ലാ അധികാരങ്ങളും തന്നിലേക്ക് മാത്രം കേന്ദ്രീകരിച്ച പിണറായി വിജയന്റെ പരാജയം തന്നെയാണ് CPIയെ ഇത്തരമൊരു ശക്തമായ രാഷ്ട്രീയ നിലപാടിലേക്ക് എത്തിച്ചിരിക്കുന്നതും. കഴിഞ്ഞ സർക്കാരുകളുടെ കാലത്ത് CPI മന്ത്രിമാർ പലപ്പോഴും അർഹമായ പരിഗണന കിട്ടാതെ നിശബ്ദരാകേണ്ടി വന്നത് നമ്മൾ സഭയിൽ അടക്കം കണ്ടതാണ്. എന്നാൽ ഭരണം നഷ്ടപ്പെടുകയും പിണറായിയുടെ ജനപിന്തുണ ഭൂരിപക്ഷവും കുത്തനെ ഇടുകയും ചെയ്ത ഈ സാഹചര്യത്തിൽ സഭയ്ക്കുള്ളിലെ പ്രതിപക്ഷ ഉപനേതാവ് പദവിയിലൂടെ മുന്നണിയിലെ തങ്ങളുടെ രണ്ടാം സ്ഥാനം കൃത്യമായി ഉറപ്പിക്കാനാണ് പാർട്ടി നീക്കം നടത്തുന്നത്. ഈ നിർണായകമായ തിരുത്തൽ പദവിയിലേക്ക് ആര് വരണമെന്ന കാര്യത്തിൽ CPIക്കുള്ളിൽ ഇപ്പോൾ സജീവമായ ചർച്ചകളും ചതുരംഗ കളികളും ആരംഭിച്ചു കഴിഞ്ഞിട്ടുണ്ട്. കഴിഞ്ഞ പിണറായി വിജയൻ മന്ത്രിസഭയിൽ റവന്യൂ വകുപ്പ് കൈകാര്യം ചെയ്ത മികച്ച പ്രവർത്തന മികവ് കാഴ്ചവെച്ച മുൻ മന്ത്രി K. രാജൻ ഈ സ്ഥാനത്തേക്ക് ഏറ്റവും കൂടുതൽ പരിഗണിക്കപ്പെടുന്നതായും അണികൾക്കിടയിൽ മുൻതൂക്കമുള്ളതുമായിട്ടൊക്കെ പറയുന്നുണ്ട്. ജനകീയമായ പ്രതിച്ഛായയും തൃശൂർ ഒല്ലൂരിൽ നിന്നുള്ള മികച്ച വിജയവും നിയമസഭയിലെ വാക്ചാതുര്യവും രാജന് അനുകൂലമാകുന്ന ഘടകങ്ങളാണ്. ഭരണം നഷ്ടപ്പെട്ട ഈ സന്ധിഘട്ടത്തിൽ പിണറായി വിജയന്റെ നിഴലിൽ ഒതുങ്ങിപ്പോകാതെ സഭയിൽ പ്രതിപക്ഷത്തെ നയിക്കാൻ കെൽപ്പുള്ള ഒരു നേതാവിനെ ഉപനേതാവായി ഉയർത്തിക്കൊണ്ടുവരാനാണ് CPIയിലെ ഒരു വിഭാഗം ആഗ്രഹിക്കുന്നത്. എങ്കിലും K. രാജന് പുറമെ CPIയുടെ മറ്റ് 2 പ്രമുഖ നേതാക്കളും ഈ മത്സരരംഗത്ത് സജീവമായി തന്നെയുണ്ട്. അത് ഒന്ന് P. പ്രസാദാണ്, കഴിഞ്ഞ സർക്കാരിലെ കൃഷിമന്ത്രി. മറ്റൊന്ന് GR അനിലും. ഈ പദവിയിലേക്ക് ശക്തമായ അവകാശവാദമാണ് ഇവരൊക്കെ കൂടെ ഉയർത്തുന്നത്. ഇരുവരും കടുത്ത രാഷ്ട്രീയ വെല്ലുവിളികളെ അതിജീവിച്ച് തിരഞ്ഞെടുപ്പിന് വിജയം നേടി സഭയിലെത്തിയവരായതിനാൽ പാർട്ടി നേതൃത്വത്തിൽ ഒരു അന്തിമ തീരുമാനമെടുക്കുക എന്നത് അത്ര എളുപ്പവുമാകില്ല. വരും ദിവസങ്ങളിൽ സഭയ്ക്കുള്ളിൽ UDF സർക്കാരിന്റെ ജനദ്രോഹ നടപടികളെയും ബജറ്റ് വെട്ടിക്കുറക്കലും ഒക്കെ നേരിടാൻ ഈ മൂവർ സംഘത്തിൽ ആർക്കാണ് കൂടുതൽ കെൽപ്പ് എന്ന കാര്യത്തിലാണ് ഇപ്പോൾ അവരുടെ സംശയം. സംസ്ഥാന നേതൃത്വങ്ങൾക്കിടയിൽ വിശദമായ ചർച്ചകൾ ഇപ്പോൾ പുരോഗമിച്ചുകൊണ്ടേയിരിക്കുകയാണ്. ഗ്രൂപ്പ് സമവാക്യങ്ങൾക്കും പ്രാദേശിക പരിഗണനകൾക്കും അതീതമായി പിണറായി വിജയന്റെ ഏകപക്ഷീയമായ ശൈലിക്ക് ബദലായി പ്രതിപക്ഷ നിരയിൽ രണ്ടാമനായി ആര് സഭയിലെത്തുമെന്ന് സംബന്ധിച്ച അന്തിമ തീരുമാനം അടുത്ത ദിവസങ്ങളിൽ ചേരുന്ന പാർട്ടി സംസ്ഥാന കൗൺസിലിൽ ഉണ്ടാകുമെന്ന് തന്നെയാണ് കരുതുന്നത്.